ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം പ്രേമയോഗം 2. ഭഗവാൻ ബാബ അരുളുന്നു. അഹം ദേഹോസ്മി എന്നാണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത. അതായത് ഞാൻ ശരീരമാണ് എന്നർത്ഥം. ഈ ചിന്ത നിങ്ങളെ കൂടുതൽ നിസ്സാരനാക്കുന്നു. അഹം ജീവോസ്മി, ഞാൻ ഈശ്വരാംശമാണെന്ന്, ജീവനാണെന്ന് ചിന്തിക്കൂ. ശരീരം എന്ന ചിന്ത കളഞ്ഞ് ഈശ്വരാംശം എന്ന് ചിന്തിക്കുന്നതോടെ പ്രകടമായ മാറ്റം അനുഭവപ്പെടുന്നത് കാണാം. ഈ അവസ്ഥയാണ് വിശിഷ്ടാദ്വൈതം. അടുത്തപടിയായി മഹത്തായ ആ സത്യം കണ്ടെത്തും. അഹം ബ്രഹ്മാസ്മി, ഞാനും ഈശ്വരനും ഒന്നു തന്നെ. ഞാൻ ഭഗവാനിൽ നിന്ന് വിഭിന്നനല്ല. ഈ അവസ്ഥയ്ക്ക് പറയുന്നത് അദ്വൈതാവസ്ഥ. ഈ സത്യം അനുഭവിക്കുന്നതോടെ ഒരുവൻ പരമമായ ശാന്തി, ആനന്ദം എന്നിവ നുകർന്നു തുടങ്ങുകയായി. ആത്മാവിനെ കുറിച്ചുള്ള അറിവ് അനുദിനം വളർത്തിയെടുക്കൂ. ഞാൻ ശരീരം എന്ന ചിന്ത വെടിയൂ. ഇതാണ് ആരാധനയുടെ കാതൽ. സംസ്കൃതത്തിൽ ഉപാസന എന്നൊരു പദമുണ്ട്. അടുത്തിരിക്കുക എന്നർത്ഥം. പക്ഷേ അടുത്തിരുന്നിട്ട് മാത്രം കാര്യമില്ല. തവള താമരയുടെ കീഴെ തന്നെയാണ് വാസം. പക്ഷേ അതിന് താമരപ്പൂവിലുള്ള തേനിന്റെ കാര്യം അറിയില്ല. അമൃതതുല്യമായ തേൻ തൊട്ടടുത്തുള്ളപ്പോഴും കൃമികീടങ്ങളെയാണ് തവള ഭക്ഷിക്കുന്നത്. അതുകൊണ്ട് അടുത്തിരുന്നാൽ മാത്രം പോരാ, അനുഭവിക്കുകയും വേണം. അടുപ്പവും അകലവും ശാരീരിക തലത്തിൽ ഇല്ല. നിങ്ങളുടെ അയൽവാസി ഒരു പ്രശ്നത്തിലാണെന്ന് കരുതുന്നു. നിങ്ങളെ ആ പ്രശ്നം കാര്യമായി വലയ്ക്കുകയില്ല. പക്ഷേ അമേരിക്കയിലുള്ള മകനോ മകളോ വേണ്ടപ്പെട്ടവരോ ക്ലേശത്തിലാണെങ്കിലോ തീർച്ചയായും അത് നിങ്ങളെ വേദനിപ്പിക്കും. എന്തുകൊണ്ട്? നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന ബന്ധനം തന്നെ കാരണം. സ്നേഹം നിങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നു. ഈശ്വരനുമായി ഇതുപോലെ അടുത്തിരിക്കണം. ഭക്തിയിലൂടെ, പ്രേമത്തിലൂടെ ഭഗവാനോട് അടുത്താലുള്ള പ്രയോജനം എന്തെന്നറിയുമോ? ദീപത്തിനടുത്തിരുന്നാൽ പ്രകാശം ലഭിക്കും. ആ പ്രകാശത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാം. ഫാനിനടുത്തിരുന്നാൽ ചൂടകറ്റാം. അപ്പോൾ കുളിർമ കിട്ടും. ഭഗവത് സമീപം വർത്തിച്ചാൽ, വിഭുവിന്റെ പ്രേമം നുകരുവാൻ തുടങ്ങിയാൽ നമ്മളിൽ നന്മകൾ വളരും, തിന്മകൾ തളരും, നശിക്കും. പ്രേമം വളർത്തിയെടുക്കൂ. അതിനനുസരിച്ച് ഭഗവത് സാമീപ്യം കൂടുതൽ അനുഭവിക്കാനും കഴിയും. ഭക്തി തന്നെ പ്രേമം. ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. എപ്പോഴും ഭഗവാനെ സ്മരിക്കുക. എന്ത് പറയുമ്പോഴും ചെയ്യുമ്പോഴും കാണുമ്പോഴും വിഭുവിനെ സ്മരിക്കുക. ഈ പ്രേമ യോഗത്തിലൂടെ ഭഗവത് സാമീപ്യം അനുഭവിക്കാം. ഭഗവാനെ പ്രേമിച്ചാൽ മാത്രം പോരാ, അവിടത്തേക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക കൂടി വേണം. അപ്പോൾ ഭഗവാനോടുള്ള നിങ്ങളുടെ പ്രേമം ഉണരും. അതോടെ ഭഗവാന് നിങ്ങളോടുള്ള പ്രേമവും അനുഭവിക്കാം. ഭക്തൻ സ്വായത്തമാക്കേണ്ട ചില സ്വഭാവങ്ങളുണ്ട്. ചൂട്, തണുപ്പ്, ലാഭം, നഷ്ടം, മാനം, അപമാനം, സന്തോഷം, സന്താപം, ഇത്തരം വിരുദ്ധ അനുഭവങ്ങളിൽ പതറരുത്. ഇവയെ സമബുദ്ധിയോടെ സ്വീകരിക്കുക. ലാഭം വരുമ്പോൾ തുള്ളിച്ചാടണ്ട. നഷ്ടം വരുമ്പോൾ തളരുകയും വേണ്ട. ഇവയെ തുല്യമായി കാണൂ, സ്വീകരിക്കൂ. അങ്ങനെ ശീലിച്ചാൽ ഈ 2 അനുഭവങ്ങളും നിങ്ങൾക്ക് പിന്നീട് ആനന്ദം തരും. തണുപ്പുകാലത്ത് കമ്പിളി വസ്ത്രങ്ങളും ചൂടും നിങ്ങൾക്ക് സുഖം തരും. ചൂടുകാലത്ത് നനുത്ത വസ്ത്രങ്ങളും തണുപ്പുമാണ് സുഖം നൽകുക. അതായത് ചിലപ്പോൾ ചൂട് സുഖം, തണുപ്പ് ദുഃഖവും. ചില സമയത്താകത്തെ ചൂട് ദുഃഖവും തണുപ്പ് സുഖവും. എല്ലാ ദ്വന്ദ്ഭാവങ്ങൾക്കും പ്രയോജനമുണ്ടെന്ന് മനസ്സിലാക്കുക. ദുഃഖത്തിനും അപമാനത്തിനും തോൽവിക്കും നഷ്ടങ്ങൾക്കും അതിൻ്റെതായ ഗുണമുണ്ട്. നിങ്ങളുടെ വ്യക്തിവികാസത്തിൽ അവയ്ക്കും പങ്കുണ്ടെന്ന് മനസ്സിലാക്കൂ. കുഞ്ഞിന്റെ കയ്യിൽ സ്വർണപാത്രം നൽകുന്നത് വിഡ്ഢിത്തമാണ്. ഭ്രാന്തന്റെ കയ്യിൽ വാൾ കൊടുക്കുന്നതും. സ്വർണക്കപ്പ് നൽകേണ്ടത് അതിന്റെ വില അറിയുന്നവനായിരിക്കണം. അയാൾക്ക് അത് ആസ്വദിക്കാനാവൂ, അതിന്റെ വില മനസ്സിലാകൂ. അതുപോലെ ഭക്തിയുടെ വില അറിയുന്നവർ അത് വേണ്ട വിധം ഉപയോഗിക്കും, ആസ്വദിക്കും. യഥാർത്ഥ ഭക്തി തനിക്കും മറ്റുള്ളവർക്കും ആനന്ദം വിതയ്ക്കുന്നതാണ്. വെറുപ്പിന്റെ ഭാഷ ഭക്തിക്കറിയില്ല. ഞാൻ ഭഗവാനെ സ്നേഹിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ മറ്റൊരു പ്രധാന കാര്യം കൂടി അറിയണം. ഭഗവാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനം. കാരണം നിങ്ങൾ ഭഗവാനെ സ്നേഹിക്കുകയും ഭഗവാൻ നിങ്ങളെ സ്നേഹിക്കാതിരിക്കുകയുമാണെങ്കിൽ ആ ഭക്തി എന്തിന്? പ്രധാനപ്പെട്ട കാര്യം ഭഗവാൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്. എന്താണ് ഭക്തിയോഗം? എപ്പോഴും ഭഗവാനുമായി ഏകീഭവിച്ച് കഴിയുക എന്നത് തന്നെ. ഏതു സാഹചര്യത്തിലും ഉലയാത്ത, പരിഭ്രമിക്കാത്ത മനസ്സ് സ്വന്തമാക്കുക. ഇതാണ് ഭക്തിയോഗത്തിലെ പ്രധാന കാര്യം. മറ്റുള്ളവരെ വെറുക്കുക എന്നാൽ നിങ്ങളുടെ ഇഷ്ടദേവനെ തന്നെ വെറുക്കുക എന്ന് സാരം. നിങ്ങളുടെ അഹങ്കാരമാണ് അന്യരെ എതിർക്കുന്നതിന് പിന്നിലെ പ്രേരണ. ഈ അഹങ്കാരം അസൂയ, വെറുപ്പ്, കോപം എന്നിവയ്ക്ക് വഴിതെളിയിക്കും. അതുകൊണ്ട് ഗീത ആദ്യമേ മുന്നറിയിപ്പ് തരുന്നു. അദ്വേഷ്ട സർവഭൂതാനാം, അതായത് ഒന്നിനെയും വെറുക്കാതിരിക്കുക. വയലിൽ വിള മെച്ചപ്പെടണമെങ്കിൽ കള പറിച്ചു കളയണം. ഹൃദയ വയലിലെ കളയാണ് അഹങ്കാരം. ഇത് പറിച്ചു കളയാതെ നടത്തുന്ന ആധ്യാത്മിക ശ്രമങ്ങളെല്ലാം വിഫലമാകും.
ഭക്തിയോഗത്തിലെ ഒരു പ്രധാന കാര്യം കൂടി കേൾക്കൂ. ഈശ്വരനെ ഏറ്റവും ഉപരിയായി സ്നേഹിക്കുക മാത്രമല്ല, സകല ചരാചരങ്ങളെയും ഈശ്വര ചൈതന്യമായി കണ്ട് സ്നേഹിക്കുക. മറ്റൊരാൾക്ക് വേദനയുണ്ടാക്കുകയും അതേസമയം ഈശ്വരാരാധന നടത്തുകയും ചെയ്യുന്നയാൾ തീർച്ചയായും ഭക്തനല്ല. ഇവർക്ക് ഒരിക്കലും ആധ്യാത്മിക പാതയിൽ മുന്നേറാനും കഴിയില്ല. സദാചാരപരമായി ജീവിക്കുക, ഓരോ ശ്വാസവും സേവനത്തിനായി വിനിയോഗിക്കുക, ഈശ്വരവിശ്വാസം ദൃഢമാക്കുക. എങ്കിൽ മാത്രമേ ഈശ്വരാനുഗ്രഹവും അവിടുത്തെ കരുണയും നേടാനാവൂ. ഒരിക്കൽ പ്രഹ്ലാദകുമാരൻ പിതാവായ ഹിരണ്യകശിപുവിനോട് പറഞ്ഞു, പിതാവേ, അങ്ങ് എത്രയോ രാജാക്കന്മാരെ കീഴടക്കി, പക്ഷെ ഇന്നേ വരെ സ്വന്തം മനസ്സിലുള്ള ശത്രുക്കളെ കീഴടക്കുവാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ ആന്തരിക ശത്രുക്കളെ കീഴടക്കുന്നവൻ പ്രപഞ്ചം മുഴുവനും കീഴടക്കിയവനാണ്. അവൻ മാത്രമാണ് യഥാർത്ഥ ജേതാവ്. ഇതെങ്ങനെ സാധിക്കും? ഭഗവാനിൽ ശരണാഗതി അടയുകയാണ് എളുപ്പവും സുഖകരവുമായ മാർഗം. എന്റെ വസ്തു, എന്റെ ആളുകൾ, എന്റെ എന്നിങ്ങനെയുള്ള ചിന്ത ഭരിക്കുന്ന കാലം വരെ സമർപ്പണം സാധ്യമല്ല. തീവണ്ടിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഭാരം ചുമക്കണ്ട. വണ്ടി നിങ്ങളെയും നിങ്ങളുടെ ലഗേജിനെയും കൊണ്ടുപോയിക്കൊള്ളും. തീവണ്ടിയിൽ കയറിയിട്ടും ലഗേജ് താഴെ വെക്കാത്തവനെ വിഡ്ഢി എന്നല്ലാതെ എന്ത് വിളിക്കാൻ? ഒരിക്കൽ ഭഗവാന് സമർപ്പണം നടത്തി കഴിഞ്ഞാൽ പിന്നെ എന്തിനു ഭയക്കണം? എല്ലാം അവിടുന്ന് നടത്തിക്കൊള്ളും, കാത്തു രക്ഷിച്ചുകൊള്ളും. അഹന്തയുടെ അംശം പോലുമില്ലാത്ത സമർപ്പണമാണ് വേണ്ടത്. രാമായണത്തിൽ ഇതിനുള്ള ഉദാഹരണങ്ങൾ കാണാം. ശ്രീരാമൻ ചിത്രകൂടത്തിൽ പ്രവേശിക്കുന്ന സമയം ഭഗവാൻ അരുളി, ലക്ഷ്മണ, നമുക്ക് വിശ്രമിക്കാനായി വേഗം ഒരു കുടിൽ കെട്ടു. ലക്ഷ്മണൻ വിനയാന്വിതനായി തിരക്കി, ജ്യേഷ്ഠ, എവിടെയാണ് കുടിൽ കെട്ടേണ്ടത്? ലക്ഷ്മണ, അതിനു പറ്റിയ സ്ഥലം നീ തന്നെ കണ്ടുപിടിക്കൂ, ശ്രീരാമചന്ദ്രൻ അരുളി. ശ്രീരാമന്റെ ആ വാക്കുകൾ കേട്ട് ലക്ഷ്മണന് അതീവ ദുഃഖമായി. ശ്രീരാമചന്ദ്രന് കാര്യം മനസ്സിലായി. പക്ഷേ സീതാദേവിയെ ലക്ഷ്മണന്റെ മാനസിക നില ബോധ്യപ്പെടുത്തുവാൻ വിഭു ആഗ്രഹിച്ചു. അതിനാൽ ഒന്നും അറിയാത്തവനെ പോലെ ഭഗവാൻ തിരക്കി, എന്താ ലക്ഷ്മണ പ്രശ്നം? ലക്ഷ്മണൻ ഇടറുന്ന തൊണ്ടയോടെ പറഞ്ഞു, പ്രഭു, അവിടത്തേക്ക് എല്ലാം അറിയാമല്ലോ. ഞാൻ എല്ലാം ഉപേക്ഷിച്ചവനല്ലേ. ഭാര്യയെ, അമ്മയെ, അച്ഛനെ, സഹോദരന്മാരെ, രാജകൊട്ടാരം എല്ലാം. അവിടുന്നാണ് എൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, സഹോദരൻ, അയോധ്യ എല്ലാം അവിടുന്നാണ്. എനിക്ക് സ്വന്തമായി യാതൊരു തീരുമാനങ്ങളുമില്ല. അവിടുത്തെ ഇച്ഛയാണ് എൻ്റെ പ്രവൃത്തി. അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നത് മാത്രമല്ലേ എൻ്റെ ജോലി. ഞാൻ എങ്ങനെ അവിടത്തേക്ക് പറ്റിയ സ്ഥലം കണ്ടുപിടിക്കും? അതിനുള്ള ത്രാണി എനിക്കുണ്ടോ? സീതാദേവിക്ക് ലക്ഷ്മണന്റെ സമർപ്പണ ഭാവം വ്യക്തമായി. ദേവി രാമനോട് ലക്ഷ്മണന്റെ വിഷമം പരിഹരിക്കുവാൻ അപേക്ഷിച്ചു. ശ്രീരാമചന്ദ്രൻ കുടിൽ കെട്ടുവാനുള്ള സ്ഥലം അനുജന് നിർദ്ദേശിക്കുകയും ചെയ്തു. സമ്പൂർണ്ണ സമർപ്പണത്തിന് നല്ലൊരു ഉദാഹരണമാണ് ഈ സംഭവം. ഇത്തരം സമർപ്പണത്തിനായി നിരന്തരം യത്നിക്കുക. എല്ലാം അവിടുത്തെ, ഒന്നും എന്റേതല്ല. ഭഗവത് ഉപദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുക. അഹന്തയുടെ അംശം പോലും കാണരുത്. അതാണ് പ്രേമയോഗം. ഒരിക്കൽ നിങ്ങൾ ഭഗവാന്റേതായി കഴിഞ്ഞാൽ പിന്നൊന്നും ഭയക്കുവാനില്ല. നിങ്ങളുടെ എല്ലാ ശക്തികളും ശരിയായ സമർപ്പണത്തിനായി വിനിയോഗിക്കൂ. അങ്ങനെ ജീവിത വിജയം നേടൂ. ഈ ലോകമാകുന്ന രാജകീയ ഗ്രാമത്തിൽ വിഭു എഴുന്നള്ളുന്ന മഹത്തായ രഥമാണ് നിങ്ങളുടെ ശരീരം. വിലപിടിപ്പുള്ള ശരീരത്തെ അവഗണിക്കരുത്. ശരീരം അനുചിത കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതും തെറ്റ്. സംസാര സാഗരം കടക്കുന്നതിനുള്ള ഉപാധി ഈ ശരീരമാണ്. മനുഷ്യ ശരീരം നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടിയതുമല്ല. അസംഖ്യം ജന്മങ്ങളിലെ കഠിന യാതനകളിലൂടെ, തപസ്സിലൂടെ കടന്നു വന്നതിന്റെ ഫലമാണ് മനുഷ്യ ശരീരം. വെറുപ്പ്, അസൂയ, കോപം തുടങ്ങിയ എല്ലാ ദുസ്വഭാവങ്ങൾക്കും മറുമരുന്ന് പ്രേമമാണ്. കാരണം പ്രേമത്തിന് വെറുപ്പ് എന്തെന്നറിയില്ല. പ്രേമത്തിൽ തെല്ലും സ്വാർത്ഥതയില്ല. പ്രേമം കോപത്തിൽ നിന്ന് എത്രയോ അകലെയാണ്. പ്രേമം ഒന്നും ഒരിക്കലും എടുക്കുന്നില്ല, എപ്പോഴും കൊടുക്കുക മാത്രം ചെയ്യുന്നു. പ്രേമം ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനെ വേണോ? വേണമെങ്കിൽ പ്രേമിക്കുവാൻ പരിശീലിക്കൂ. അതുമാത്രമാണ് ഭഗവാനെ പ്രാപിക്കുവാനുള്ള ഒരേ ഒരു വഴി. കാരണം അവിടുന്ന് പ്രേമസ്വരൂപൻ തന്നെയാണല്ലോ. ചന്ദ്രനെ കാണുവാൻ ടോർച്ചിന്റെയോ മെഴുകുതിരിയുടെയോ സഹായം വേണ്ടതില്ല. ചന്ദ്രപ്രകാശം തന്നെ ചന്ദ്രനെ കാണിച്ചു തരും. ഈശ്വരനെ കാണുവാൻ നിങ്ങൾ സ്വയം പ്രേമത്തിൽ മുഴുകിയാൽ മതി. പൂർണ്ണചന്ദ്രൻ ആകാശത്തുണ്ടായാലും കാണണമെങ്കിൽ കണ്ണു തുറന്നു നോക്കുക തന്നെ വേണം. അകത്ത് വസിക്കുന്ന പ്രേമസ്വരൂപനെ കാണുവാനും അകത്തേക്ക് തന്നെ നോക്കണം. ജപ, ധ്യാന, ഭജനാദികളാലും ഉള്ളിൽ മരുവുന്ന ഭഗവാനെ കാണുവാനുള്ള അന്തർദൃഷ്ടി നിങ്ങൾക്ക് വികസിക്കും. അങ്ങനെ ശാന്തി സ്വരൂപന്റെ ശാന്തി നിങ്ങൾക്കും നുകരാം. ദിവസത്തിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ബുദ്ധിപൂർവ്വം സമയം ചിലവിടുക. പുണ്യഗ്രന്ഥങ്ങൾ പഠിക്കുക. അതിൽ നിന്നും ദിവ്യതയിലേക്ക് മുന്നേറുക. ശ്രീകൃഷ്ണൻ പ്രേമപൂർവ്വം പറഞ്ഞു, അല്ലയോ അർജുന, ഏകാഗ്രമായ നിഷ്കളങ്കമായ ഭക്തി ഒന്നുകൊണ്ട് മാത്രമേ നിനക്ക് എന്നെ അറിയുവാൻ കഴിയൂ. എന്റെ ശരിയായ പ്രകൃതം കാണാനാകൂ. എന്നുള്ളിൽ കടന്ന ഞാനുമായി ഒന്നാകുവാനും കഴിയൂ. ആധ്യാത്മിക പാതയിലെ 3 പ്രധാന ഘട്ടങ്ങൾ ഭഗവാൻ ഉപദേശിച്ചു. ജ്ഞാതും, ദൃഷ്ടും, പ്രവേഷ്ടും. ജ്ഞാതും എന്നാൽ ഈശ്വരൻ ഇവിടെയുണ്ട് എന്ന അറിവാണ്.
ദൃഷ്ടും എന്നാൽ ഭഗവാന്റെ പ്രത്യക്ഷ ദർശനം തന്നെ. പ്രവേഷ്ടും എന്നാൽ ഭഗവാനുമായി ലയിക്കുക എന്നർത്ഥം. ഈശ്വരപ്രാപ്തി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ 3 അവസ്ഥകളിലൂടെ കടന്നുപോയേ തീരൂ. ഞാൻ കേട്ടു ജ്ഞാതും, ഞാൻ കണ്ടു ദൃഷ്ടും, ഇനി എനിക്ക് വിഭുവിൽ ലയിക്കണം പ്രവേഷ്ടും. ആദ്യഘട്ടത്തിൽ വായനയിലൂടെയും കേൾവിയിലൂടെയും ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഈശ്വരനും നിങ്ങളും രണ്ടാണ്. അടുത്ത ഘട്ടത്തിൽ ഭഗവത് ദർശനമായി അനുഭവമായി വിശിഷ്ടാദ്വൈതമാണ് ഈ ഘട്ടം. ഒടുവിൽ ഈശ്വരനും ഞാനും ഒന്ന് തന്നെയെന്ന അനുഭവം ഉണ്ടാകുന്നു. അതാണ് അദ്വൈതാവസ്ഥ, രണ്ടിലെന്ന അനുഭവം. നദിയുടെ ഉദ്ഭവവും ലയനവും സമുദ്രത്തിൽ തന്നെ. പക്ഷെ നദി നദിയായി ഒഴുകുമ്പോൾ അത് സമുദ്രമല്ല. നദിക്ക് നദിയുടേതായ വ്യക്തിത്വമുണ്ട്, അതിന് പ്രത്യേക പേരുമുണ്ട്. നദി സമുദ്രത്തിൽ ചേർന്നു കഴിഞ്ഞാലോ പിന്നെ നദിയില്ല, നദി സമുദ്രമായി മാറിക്കഴിഞ്ഞു. നല്ല ഉദാഹരണം ശ്രദ്ധിക്കൂ. നല്ല മാമ്പഴം ഉണ്ടെന്നറിഞ്ഞ് നിങ്ങൾ അങ്ങാടിയിൽ ചെല്ലുന്നു. മാമ്പഴം കാണുന്നു, സ്പർശിക്കുന്നു. പിന്നീട് നല്ല മാമ്പഴം തിരഞ്ഞെടുക്കും. വഴിനീളെ നല്ല മാമ്പഴം കിട്ടിയതിലുള്ള ആനന്ദവും ഉണ്ടായിരിക്കും. മനസ്സിലുള്ള ആഗ്രഹം പൂർത്തീകരിച്ച് ബാഹ്യമായി അത് ലഭിക്കുമ്പോഴും അതേ ആനന്ദം ഉണ്ടാകുന്നു. സത്യത്തിൽ നിങ്ങൾ പുറത്തു കാണുന്നതെല്ലാം അകത്തു കാണുന്നതിന്റെ പ്രതിഫലനമാണ്. എപ്പോൾ ആഗ്രഹം ഉടലെടുക്കുന്നുവോ അപ്പോൾ തന്നെ അത് ബാഹ്യമായി ലഭിക്കാനും ആഗ്രഹിക്കുന്നു. മാമ്പഴത്തിന്റെ ഉദാഹരണം ശ്രദ്ധിക്കാം. മാമ്പഴത്തിനുള്ള ആഗ്രഹം ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങാടിയിൽ പോകാനും വാങ്ങാനും വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷിക്കാനും കഴിഞ്ഞു. ഇപ്പോൾ മാമ്പഴത്തിന്റെ മധുരം പുറത്തല്ല, അകത്താണ്. അത് നിങ്ങളുമായി ചേർന്നു കഴിഞ്ഞു. അപ്പോഴാണ് ആനന്ദം ലഭിച്ചതും. ഈ ആനന്ദത്തിന്റെ രഹസ്യം മറ്റൊരു തരത്തിൽ വിശകലനം ചെയ്യാം. ആദ്യം മാമ്പഴത്തെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായി, ജ്ഞാതും. അതോടുകൂടി ആഗ്രഹം ജനിച്ചു. അത് വാങ്ങുവാൻ അങ്ങാടിയിലെത്തി. മാമ്പഴം കാണുന്നു, ദൃഷ്ടും. അതിനുശേഷം മാമ്പഴം കരസ്ഥമാക്കുന്നു, അനുഭവിക്കുന്നു, പ്രവേഷ്ടും. ഇത്തരം തീവ്രമായ ആഗ്രഹം നിങ്ങൾക്ക് ഈശ്വര ദർശനത്തിനായി ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ ആ ആഗ്രഹം തീർച്ചയായും വളർത്തിയെടുക്കണം. പ്രഭാഷണങ്ങൾ കേൾക്കുന്നതും ശാസ്ത്രങ്ങൾ പഠിക്കുന്നതും ഈ ആഗ്രഹം വളരുവാനായിട്ടാണ്. ഈശ്വര ലാഭത്തിനുള്ള ആഗ്രഹം വളരുന്നില്ലെങ്കിൽ ശ്രമങ്ങളെല്ലാം വിഫലം. മൗനം, മിതാഹാരം, ഉപവാസം ഇതെല്ലാം അതിനായി സഹായിക്കും. ഉപവാസം ശാരീരികമായി നല്ലത് തന്നെ. മാനസിക തലത്തിൽ അത് ആനന്ദത്തിന് കാരണമാകും. അമിതാഹാരം ഭക്തന്മാർക്ക് അപകടകരമാണ്. രുചികരമായ ഭക്ഷണം മാത്രം തേടുന്ന ഭക്തന്മാർ ക്രമേണ ആലസ്യത്തിലേക്കും തമോ ഗുണജന്യമായ നിരുത്സാഹത്തിലേക്കും പോകുന്നു. രസപ്രധാനമായ ആഹാരം കഴിച്ച് ആനന്ദിക്കുകയും തത്സമയം തന്നെ ഈശ്വര സാമീപ്യം ലഭിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് വിഡിത്തം തന്നെ. കാരണം ഇത് രണ്ടും ഒരുമിച്ച് പോവുകയില്ല. നാവിന്റെ രുചി വിടാതെ ഹൃദയവാസിയുടെ രുചി അറിയാനാവില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നാവിനെ നിയന്ത്രണത്തിന് കീഴിലാക്കുവാൻ ശ്രമം തുടങ്ങുക. നാവിനെ ജയിച്ചാൽ മറ്റുള്ള ഇന്ദ്രിയങ്ങൾ സ്വയമേവ കീഴടങ്ങും. ഇന്ദ്രിയങ്ങളെ കീഴടക്കുവാനായി കഠിന സാധനങ്ങൾ വേണമെന്നില്ല. നാവിനെ ശരിയായ വിധം ജയിക്കൂ. മറ്റ് ഇന്ദ്രിയങ്ങൾ സ്വയമേവ ഒതുങ്ങുന്നതായി കാണാം. നാവിനെ നിയന്ത്രിക്കുക എന്നാൽ ഭക്ഷണക്കാര്യം മാത്രമല്ല, സംസാരത്തിനും അത് ബാധകമാണ്. വാക്കുകൾക്കുള്ള ശക്തി പോലെ മറ്റൊന്നിനും ശക്തിയില്ലെന്ന് മനസ്സിലാക്കൂ. അതുകൊണ്ട് തന്നെ സംസാരം പൂർണ്ണമായും നിയന്ത്രിതമായിരിക്കണം. ജിഹ്വാ നിയന്ത്രണത്തിന് പറയുന്ന മറ്റൊരു പേരാണ് നിശബ്ദത. കേവലം മൗനം നിശബ്ദതയല്ല. നാവ് ചലിക്കാതിരുന്നാലും നിശബ്ദതയാകുകയില്ല. നാവ് നിശബ്ദമാകുന്നതോടൊപ്പം മനസ്സിലെ ചിന്താപ്രവാഹവും നിലയ്ക്കണം. അപ്പോൾ അനുഭവിക്കുന്നതാണ് യഥാർത്ഥ നിശബ്ദത. ആഹാരക്കാര്യം നിയന്ത്രിക്കണമെങ്കിൽ നാവ് ചോദിക്കുന്നതെല്ലാം കൊടുക്കരുത്. അവിടെയാണ് ബുദ്ധിയോഗം ഉപയോഗിക്കേണ്ടത്. അതായത് വിവേചനാശക്തി. എന്താണ് നിത്യം, എന്താണ് അനിത്യം, എന്താണ് സചേതനം, എന്താണ് അചേതനം, ഇക്കാര്യം എപ്പോഴും വിവേചന ബുദ്ധിയോടെ തിരക്കണം. അങ്ങനെ ആഹാരം സാത്വികമോ രാജസമോ താമസികമോ എന്ന് സ്വയം മനസ്സിലാക്കുക. നാവിനെയും വിശപ്പിനെയും തൃപ്തിപ്പെടുത്തുവാനായി മാത്രം ഭക്ഷണം സ്വീകരിച്ചാലോ നിങ്ങൾക്കൊരിക്കലും വികാര വിചാരങ്ങളെ നിയന്ത്രിക്കാനാകില്ല. ദൗർബല്യങ്ങളിൽ നിങ്ങൾ മുങ്ങിപ്പോകും. ഗീത അതിശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു. ആഹാരം വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം. സാത്വിക ഭക്ഷണമേ കഴിക്കാവൂ. സാത്വിക ഭക്ഷണത്തിന് മാത്രമേ ഏത് സാഹചര്യത്തിലും സമത്വ ബുദ്ധി നൽകുവാൻ കഴിയൂ. ആഹാരം പാകപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പാത്രവും ശുദ്ധമായിരിക്കണം. പാചകം ചെയ്യുന്നത് പോലും വിശുദ്ധമായ ചിന്തകളോടെ ആയിരിക്കണം. ഈ വിശുദ്ധി ആന്തരികമായും ബാഹ്യമായും പാലിച്ചിരിക്കേണ്ടതാണ്. അതായത് ആഹാരം സമ്പാദിച്ച മാർഗവും നന്നായിരിക്കണം. അധാർമികമായി നേടുന്നത് നന്നല്ല. അങ്ങനെ നേടിയെടുത്തവ ദുശ്ചിന്തകളെ ഉണർത്തും. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് സർവ്വതും ഭഗവാന് സമർപ്പിക്കുക. അതോടെ ഭക്ഷണം കഴിക്കാൻ തക്കതാകും. വിഭുവിനായി ഭക്ഷണം നൽകുന്നത് അവിടുത്തേക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി തന്നെ. സ്മരണയാൽ ഉണർത്തപ്പെടുന്ന ഭഗവത് ചൈതന്യം ആഹാരം പരിശുദ്ധമാക്കും. അതുകൊണ്ടാണ് ഗീതയിലെ താഴെ പറയുന്ന മന്ത്രങ്ങൾ ഭോജനത്തിലായി നിർദ്ദേശിക്കുന്നത്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന. അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത
പചാമ്യന്നം ചതുർവിധം. സാധാരണ ഭക്തൻ ഈശ്വരാരാധനയ്ക്കായി പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്നവ തന്നെ ഉപയോഗിക്കുന്നു. പുഷ്പം, ഇല, ജലം, ഫലം തുടങ്ങിയവ. ഈ വസ്തുക്കളെല്ലാം എവിടെ നിന്നുണ്ടായി? എല്ലാം ഈശ്വരനിൽ നിന്ന് തന്നെ. ഭഗവാൻ സൃഷ്ടിച്ച വസ്തുക്കൾ ഭഗവാന് തന്നെ സമർപ്പിക്കുന്നു. ഇത്തരം സമർപ്പണം സാധാരണ ഭക്തിയാണ്. മനസ്സാകുന്ന പുഷ്പം ഭഗവാൻ അർപ്പിക്കൂ. അത് ലോകത്തിൻ്റെതല്ല. അതാണ് ഉന്നതമായ ഭക്തി, പരാഭക്തി. ഈ ഭക്തിയാണ് ഭക്തൻ സ്വന്തമാക്കേണ്ടതും. പരമമായ ഈ ഭക്തിയാണ് ധ്യാനം. ധ്യാനം എന്നാൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിലൂടെ പരമമായ സ്ഥാനത്ത് എത്തുക എന്നല്ല. ധ്യാനം എന്നാൽ ഈശ്വരനെ കുറിച്ചുള്ള ധ്യാനം മാത്രമാണ്. അതായത് ധ്യാനം, ഭക്തി എന്നീ രണ്ട് പദങ്ങളും സമാന ഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇത്തരം ധ്യാനത്തിലൂടെ മാത്രമേ ഈശ്വര സാക്ഷാത്കാരം സാധ്യമാവൂ, പരമമായ ജ്ഞാനം ലഭിക്കൂ. പൂവില്ലാതെ കായ ഉണ്ടാവുകയില്ല. ആദ്യം പുഷ്പം, പിന്നെ ഫലം. ഭക്തി പുഷ്പമാണ്. ഭക്തിയാകുന്ന പുഷ്പം വിരിയാതെ ഈശ്വരജ്ഞാനമാകുന്ന അന്ത്യഫലം ലഭിക്കുക അസാധ്യം. പുഷ്പാവസ്ഥയിൽ ഭക്തൻ ദാസോഹം, ഞാൻ ഭഗവത് ദാസൻ എന്ന ഭാവത്തിൽ സ്വയം വർത്തിക്കണം. പിന്നീട് സോഹം, ഞാൻ അവൻ തന്നെ, എന്നിലെ ഞാൻ തന്നെ ഈശ്വരൻ. മഹാനായ വിദ്യാരണ്യമുനി ഇങ്ങനെ ദാസോഹം ഭാവത്തിലൂടെ സോഹം അവസ്ഥ പ്രാപിച്ച മഹാത്മാവായിരുന്നു. ഒരിക്കൽ വിദ്യാരണ്യനോട് ഒരു ശിഷ്യൻ തിരക്കി, സ്വാമി, അവിടുന്ന് ഞങ്ങളെ എന്നും ഉപദേശിച്ചിരുന്നത് ദാസോഹം എന്നാണ്. ഇന്ന് പറയുന്നു സോഹം, ശിവോഹം, ഞാൻ അവൻ, ഞാൻ തന്നെ ശിവൻ. എന്താണ് ഇതിന്റെ അർത്ഥം? അങ്ങ് ഇതേവരെ തുടർന്നു വന്ന ആരാധനാ സമ്പ്രദായം മാറ്റുകയാണോ? ഗുരു അരുളി, പ്രിയ കുട്ടികളെ, ഞാൻ ഇത്ര കാലം ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്നു, പ്രഭോ, ഞാൻ അവിടുത്തെ ദാസനാണ്, ദാസൻ മാത്രം. പക്ഷെ ഒരു ദിവസം ചിത്തചോരനായ വിഭു എന്നെ അകതാരിൽ നിന്ന് ദാ എന്നത് മോഷ്ടിച്ചു. അവിടുന്ന് സോഹം മാത്രം ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നീട് ഒരു ദിനം സ്വപ്നത്തിലെത്തി അവിടുന്ന് അരുളി, ഇത്ര കാലം നീ ദാസോഹം എന്ന് ചിന്തിച്ചു ജപിച്ചു. അങ്ങനെ നീ ഓരോ നിമിഷവും എന്നരികിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. ഇപ്പോൾ നീ എന്നരികിൽ അണഞ്ഞു കഴിഞ്ഞു, എനിക്ക് പ്രിയങ്കരനായി കഴിഞ്ഞു. അതിനാൽ ഇനി മുതൽ സോഹം എന്ന് സ്മരിച്ചാൽ മതി. നമ്മൾ ഒന്നായി കഴിഞ്ഞു. ഈ സാധനാ സമ്പ്രദായത്തിലെ മറ്റ് രണ്ട് ഉത്തമ ഉദാഹരണങ്ങളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസ ശിഷ്യനായ നാഗമഹാശയനും വിവേകാനന്ദനും. നാഗമഹാശയൻ ഗൃഹസ്ഥൻ, വിവേകാനന്ദൻ സർവസംഘ പരിത്യാഗി. നാഗമഹാശയൻ പരമഹംസരുടെ ഗൃഹസ്ഥ ഭക്തൻ, വിവേകാനന്ദനാകട്ടെ സന്യാസി ഭക്തനും. നാഗമഹാശയൻ ഭഗവദ്ദാസൻ എന്ന ഭാവത്തിലൂടെ സാധന അനുഷ്ഠിച്ചു. ഈ ഭാവത്തിന്റെ ഏറ്റവും വലിയ ഗുണം അഹന്ത വളരെ വേഗം കീഴടങ്ങുമെന്നതാണ്. അഹന്ത ഉള്ളിടത്തോളം കാലം ആത്മജ്ഞാനം സാധ്യമല്ല. ഞാൻ ഭഗവദ്ദാസനാണേ എന്ന ഭാവം പുലർത്തി എളിയവരിലും എളിയവനായി ചെറുതായി മായ കെട്ടിയ കുരുക്കുകളിൽ നിന്ന് മൂർന്നിറങ്ങി പുറത്തു ചാടി നാഗമഹാശയൻ. അങ്ങനെ കടുവയെ പോലെ ഭീകരനായ മായയിൽ നിന്നും നാഗമഹാശയൻ തെന്നി മാറി രക്ഷപ്പെട്ടു. വിവേകാനന്ദനാകട്ടെ ഞാൻ ശിവനാണ്, സച്ചിദാനന്ദ സ്വരൂപമാണ് എന്ന ഭാവം ശക്തമാക്കി ദൃഢമാക്കി വലുതായി മായ കെട്ടിയ കെട്ടുകൾ പൊട്ടിച്ചു പുറത്തു ചാടി. ഞാൻ ഈശ്വരൻ തന്നെ എന്ന ഭാവം ദൃഢമായി പുലർത്തിയാൽ ഒന്നിനും നിങ്ങളെ വിഷമിപ്പിക്കുവാൻ കഴിയില്ല. നിങ്ങളുടെ വഴിയിൽ തടസ്സങ്ങളും ഉണ്ടാകില്ല. പക്ഷേ വെറുതെ ഞാൻ ഈശ്വരനാണ് എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഈശ്വരനാണ് താൻ എന്ന സത്യം അനുഭവിച്ചിട്ട് വേണം അങ്ങനെ പറയുവാൻ. എപ്പോഴാണോ പ്രേമം ചിന്തയിൽ പ്രവേശിക്കുന്നത് അത് സത്യമായി മാറുന്നു. പ്രേമം പ്രവൃത്തിയിൽ പ്രവേശിക്കുമ്പോൾ അത് ധർമ്മമായി. നിങ്ങളുടെ വികാരങ്ങളിൽ പ്രേമം നിറയുമ്പോൾ അത് ശാന്തിയായി. പ്രേമത്തോടെ വസ്തുതകൾ ഉൾക്കൊള്ളുമ്പോൾ അഹിംസ ഉടലെടുക്കുന്നു. പ്രേമ പരിശീലനം ധർമ്മം, പ്രേമചിന്ത സത്യം, പ്രേമവികാരം ശാന്തി, പ്രേമപൂർവമുള്ള അറിവ് അഹിംസ. ഈ സദ്ഗുണങ്ങളുടെ എല്ലാം അടിസ്ഥാനം പൊതുവായിട്ടുള്ളത് പ്രേമമാണെന്ന് അറിയുക. ഗീത അരുളുന്നു, നിന്നിൽ പ്രേമം നിറച്ച് പ്രേമത്തിലൂടെ എന്നരികിൽ അണയൂ, അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടവനായി മാറും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൈകൾ എത്രയോ ചെറുതാണ്. പക്ഷെ ആ കൊച്ചു കൈകൾ കൊണ്ട് നിങ്ങൾ സായിയെ സ്നേഹിക്കുവാൻ യത്നിക്കുന്നു. നിങ്ങളുടെ നേത്രങ്ങൾ നന്നേ ചെറുത്. എന്റെ സൃഷ്ടി അനന്തം. ആ ചെറുമൊഴികൾ കൊണ്ട് എന്റെ സൃഷ്ടികൾ മുഴുവൻ കാണുവാനുള്ള ശ്രമത്തിലാണ് നിങ്ങൾ. നിങ്ങളുടെ കാതുകൾ വളരെ ചെറുത്. അതുവഴി എന്റെ വാക്കുകളെ പിന്തുടരാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ ചെറു കാലടി കൊണ്ട് എന്റെ സമീപത്തേക്ക് വരുവാൻ ശ്രമിക്കുന്നു. പക്ഷേ വെറുതെ ആ കൊച്ചു കൈകൾ കൊണ്ട് സേവിച്ചാൽ വളരെ കുറച്ചേ നിങ്ങൾക്ക് നേടാനാവൂ. ചെറിയ മിഴികൾ കൊണ്ട് കണ്ടാൽ ഏറെ പ്രയോജനമൊന്നുമില്ല. ചെറു കാതുകൊണ്ട് കേട്ടാൽ വളരെ ദൂരെയൊന്നും പോകുവാൻ നിങ്ങൾക്കാവില്ല. എന്നരികിലേക്ക് ആ കൊച്ചു പാദങ്ങൾ കൊണ്ട് നടന്നാൽ നിങ്ങളുടെ ലക്ഷ്യം പൂർണ്ണമാവുകയില്ല. പക്ഷെ ഫലപ്രദമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ എന്നെ സ്ഥിരമായി പ്രതിഷ്ഠിക്കൂ. ഒരിക്കൽ എന്നെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അപ്രധാനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ആരാധനകളെല്ലാം മനോനിയന്ത്രണത്തിനുള്ളതാണ്. പക്ഷേ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ മനോനിയന്ത്രണവും ഇന്ദ്രിയ നിയന്ത്രണവും വളരെ എളുപ്പമായി. മനസ്സും ഇന്ദ്രിയങ്ങളും സ്വയമേ നിശ്ചലമാകും. പിന്നെ ശാന്തിക്കായി പ്രത്യേക സാധനങ്ങളൊന്നും വേണ്ടതില്ല. പ്രിയം എവിടെയുണ്ടോ
മനം അവിടെ ഉറയ്ക്കും. വിവാഹം നിശ്ചയിച്ച പെൺകുട്ടിയും ആൺകുട്ടിയും പരസ്പരം ഓർമ്മിക്കാനായി പേരുകൾ ഉരുവിടുകയോ ഫോട്ടോ വെച്ച് രൂപം ധ്യാനിച്ച് ഉറപ്പിക്കുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആദ്യ കാഴ്ചയിൽ തന്നെ ഇരുവരുടെയും മനസ്സിൽ ജീവിത പങ്കാളിയുടെ രൂപം ഉറച്ചു. പേര് കേട്ടപ്പോഴേ പേര് മനസ്സിൽ പതിഞ്ഞു. എന്തുകൊണ്ട്? പ്രിയത്വമുള്ളത് കൊണ്ട്. പക്ഷെ ഭഗവാന്റെ തിരുനാമം എത്ര ജപിച്ചിട്ടും രൂപം എത്ര ധ്യാനിച്ചിട്ടും ഉറയ്ക്കുന്നില്ല. എന്തുകൊണ്ട്? ഭഗവാനിൽ പ്രിയം അത്ര ഉണ്ടായിട്ടില്ല. ഭഗവാനിൽ മനമുറച്ചാൽ ഗോപികമാരുടെ അവസ്ഥയാകും. ഭഗവാനിൽ മനസ്സ് ആസക്തമാകുന്നത് തന്നെ പ്രേമയോഗം. ഭഗവത് കഥകൾ കേൾക്കുകയും സ്മരിക്കുകയും തിരുനാമം ജപിക്കുകയുമാണ് അതിനുള്ള വഴി. ഓം തത്സത്.